السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ളവരെ, ഇന്ന് പലർക്കും എന്നല്ല ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പാരമ്പര്യമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു മരുന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ എനിക്കൊരു ദിവസം പറഞ്ഞു തന്നതാണ്. അത് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് പറഞ്ഞു കൊടുത്തു. അത് ഫലമുണ്ടായി. റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ അസുഖം വരാത്തത് കൊണ്ട് ഞാൻ ആ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ അസുഖമുള്ള ഒന്ന് രണ്ട് പേർക്ക് ഞാൻ അത് പറഞ്ഞു കൊടുത്തു. അവർക്കത് ഫലം കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. എനിക്കിത് പറഞ്ഞു തന്ന ആ വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. ഞാൻ എറണാകുളത്ത് ഒരു പള്ളിയിൽ ഖത്തീബായി ജോലി ചെയ്യുമ്പോൾ ആ പള്ളിയുടെ തൊട്ടടുത്തായി ഒരു പൂക്കട നടത്തിയിരുന്ന, പൂക്കച്ചവടം നടത്തിയിരുന്ന വൃദ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അസറിന് ശേഷമൊക്കെ ഞങ്ങൾ തമ്മിൽ അവിടെ നിന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു മരുന്ന് മൂത്രത്തിൽ കല്ല്. ഞാൻ അസുഖം ആദ്യം പറയാം. മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പല പച്ചമരുന്നുകളും അരച്ച് കുടിക്കുകയും വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പലരും. ചിലർക്കൊക്കെ മാറും, ചിലർക്ക് മാറുകയില്ല. എന്നാൽ 100% ഫലപ്രദമായ ഒരു മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യണം. എന്ന് മാത്രമല്ല, നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ, മറ്റുള്ളവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് പേര് ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇന്നലെയും ഒരു സഹോദരൻ ഇങ്ങനെ മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊരു ഫംഗ്ഷനിൽ വെച്ചായതുകൊണ്ട് അദ്ദേഹത്തിന് മരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന മഹലിലുള്ള ഒരു ആള് തന്നെ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇത് നമ്മുടെ ചാനലിലൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാകുമല്ലോ എന്ന് കരുതിയാണ് ഇന്നത് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഞാൻ ആ പറഞ്ഞതുപോലെ ആ വൃദ്ധനായ ആ പൂക്കച്ചവടം ചെയ്യുന്ന അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നതാണ്. അദ്ദേഹം എനിക്ക് മരുന്ന് പറഞ്ഞു തന്നതാണ്. ആ കടയുടെ ഫ്രണ്ടിലൂടെ, അത് ഞാൻ നിൽക്കുന്ന, ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന ആ പള്ളിയുടെയും ഈ പൂക്കടയുടെയും ഒക്കെ ഫ്രണ്ടിലൂടെ ഒരു ഭാര്യയും ഭർത്താവും അതിരാവിലെ അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, ഈ അതിരാവിലെ നിങ്ങൾ എവിടെ പോകുന്നു? പൂക്കടയാകുമ്പോൾ അത് രാവിലെ തുറക്കും. അപ്പോൾ അദ്ദേഹം ഇവരിങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ നിങ്ങൾ എവിടെ പോകുന്നു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവം എനിക്ക് പറഞ്ഞു തന്ന, ഈ മരുന്ന് പറഞ്ഞു തന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞു തന്നതാണ്. എവിടെ പോകുന്നെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോവുകയാണ്. മൂത്രത്തിൽ കല്ലായതുകൊണ്ട് ഓപ്പറേഷൻ ഡോക്ടർമാർ വിധിച്ചിരിക്കുകയാണ്. അപ്പൊ ഓപ്പറേഷന് വേണ്ടി പോവുകയാണ്. നേരത്തെ നാളെയാണ് ഓപ്പറേഷൻ, ഇന്ന് ചെന്ന് അഡ്മിറ്റ് ആകണം. അങ്ങനെ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണോ? ഒരു 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയാൽ മതിയോ? ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം, അതുകൊണ്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ഇദ്ദേഹം അവർക്ക് ആ മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ മരുന്ന്? ആ മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ ഈ അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് കഴിവിന്റെ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നെല്ലാവരെയും അറിയിക്കുകയാണ്. സിമ്പിളായ ഒരു മരുന്നാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സിമ്പിൾ ആണെങ്കിലും നമ്മുടെ അസുഖം ശിഫയാകാൻ ഉതകുന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ എൻ്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരന് ഇങ്ങനെ ഡ്രൈവറായത്, ചില ഡ്രൈവർമാർക്കും ഈ അസുഖം ഉണ്ടാകും. അവർക്ക് ഇങ്ങനെ മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടിയപ്പോ ഞാൻ എന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുത്തു. അവൻ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഈ പറയുന്നത് പോലെ ആ ചെറിയൊരു ആ മരുന്നുണ്ടാക്കി കുടിച്ചു. രണ്ടാമത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി നീ കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുടിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മൂത്രമൊഴിച്ചപ്പോൾ ആ കല്ല് പുറത്തേക്ക് ചാടിപ്പോയി.
പുറത്തേക്ക് ചാടിപ്പോയി എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മരുന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ മുരിങ്ങ നമുക്കെല്ലാം അറിയാം. മുരിങ്ങ എല്ലാ നാട്ടിലും മുരിങ്ങ എന്നാണ് പറയുക എന്ന് ഞാൻ വിചാരിക്കുന്നു. മുരിങ്ങയ്ക്ക നമ്മൾ തോരൻ വെക്കാറുണ്ട്, മുരിങ്ങ ഇല നമ്മൾ കറി വെക്കാറുണ്ട്. എന്നാൽ അതൊന്നുമല്ല നമുക്ക് ഇപ്പൊ വേണ്ടത്. ഈ ആവശ്യത്തിന് വേണ്ടത് മുരിങ്ങയുടെ വേരാണ്. മുരിങ്ങ മരത്തിന്റെ അടിയിൽ നിന്നും മണ്ണ് മാന്തി ഒരല്പം വേരെടുക്കണം. ഒരു 50 ഗ്രാം വേര്, ഒരുപാട് വേണ്ട, ഒരുപാടായാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. 50 ഗ്രാം ഒരല്പം വേര് കട്ട് ചെയ്ത് നിങ്ങൾ 50 ഗ്രാം തൂക്കിയെടുക്കുക. ആ 50 ഗ്രാം വേരിന്റെ പുറത്തെ തൊലിയൊക്കെ നിങ്ങൾ ചീകിക്കളഞ്ഞ് ആ പുറത്തെ തൊലികളൊക്കെ ചുരണ്ടി മാറ്റി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈ 50 ഗ്രാം മുരിങ്ങ വേര് അല്പം ഒന്ന് ചതച്ച്, 50 ഗ്രാം മുരിങ്ങ വേര് കുറച്ചൊന്ന് ഇടിച്ച് ചതയ്ക്കണം, എങ്കിൽ അതിന്റെ സത്ത് വെള്ളത്തിൽ ഇറങ്ങുകയുള്ളൂ. ആ മുരിങ്ങ വേര് 50 ഗ്രാം മുരിങ്ങ വേര് കഴുകി വൃത്തിയാക്കി അതിന്റെ പുറത്തെ തൊലി കളയണം. പുറത്തെ തൊലിയൊക്കെ ചുരണ്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കുക. അതൊരു 2.5-3 ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ ഇടുക. അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളമായാലും മതി. നല്ല ഗ്ലാസ്സിന് അല്പം, വെറും ചെറിയ ഗ്ലാസ് അല്ല, അത്യാവശ്യം വലിയൊരു ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ 2 ഗ്ലാസ് വെള്ളം, 2-2.5 ഗ്ലാസ് വെള്ളം വെക്കാം. അത്രയും വെള്ളം വെച്ച് ഈ 50 ഗ്രാം മുരിങ്ങ വേര് അതിലേക്ക് ഇടുക, വെള്ളത്തിലിടുക. എന്നിട്ട് ഈ 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി മാറ്റണം. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 1 ഗ്ലാസ് വറ്റിക്കണം. അപ്പോഴേക്കും ഈ വേരിന്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടാകും. 1 ഗ്ലാസ് ആകുമ്പോൾ അത് നിങ്ങൾ എടുത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി പുറത്തേക്ക് വെക്കുക. ആ തിളച്ച വെള്ളം, ആ വേര് കിടന്ന് തിളച്ച വെള്ളം നിങ്ങൾ എടുത്ത് അടുപ്പത്ത് നിന്ന് പുറത്തേക്ക് മാറ്റി വെക്കുക. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത്, സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഏലക്ക ഉണ്ടല്ലോ, നമ്മുടെ ഏലക്ക, ആ ഏലക്കയുടെ അകത്തെ കുരു അത് ചതക്കുകയോ പൊടിക്കുകയോ ഒന്നും വേണ്ട. ഏലക്ക പൊട്ടിച്ചെടുത്ത് ഒരു 5 ഏലക്ക, ഒരു 5 ഏലക്ക എടുത്തിട്ട് 5 ഏലക്ക എടുത്തിട്ട് അതിനുള്ളിൽ കുരു എടുക്കണം. കുരു മാത്രം, തോലല്ല. ആ 5 ഏലക്കയുടെ അകത്തെ കുരു മാത്രം എടുത്ത് ഈ തിളപ്പിച്ച് നമ്മൾ വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ആ ഏലക്ക പൊട്ടിച്ച് കുരുവൊക്കെ നേരത്തെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നെങ്കിലേ അടുപ്പത്ത് നമ്മുടെ വെള്ളം താഴ്ത്തി വെക്കുമ്പോൾ തന്നെ ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അരി ഇട്ട് അടച്ചവിടെ വെച്ചിരിക്കുക. അവിടെ ഇരുന്ന് തനിയെ ആറണം. ഫാന്റെ ചവിട്ടി കൊണ്ടുവച്ച് ചൂടാറ്റരുത്. ചൂടാറാൻ വേണ്ടി ഫാന്റെ അടുക്ക് കൊണ്ട് വെക്കരുത്. കാരണം ഈ തിളച്ച വെള്ളത്തിൽ നമ്മുടെ ഈ ഏലക്കയുടെ കുരു അവിടെ കിടന്നതിന് അതിന്റെയും സത്തിറങ്ങണം. ഏലക്കയുടെ അരി പൊടിച്ചിടാൻ പാടില്ല. ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് അവിടെ വെച്ച് അത് തണുത്തു കഴിയുമ്പോൾ നിങ്ങൾ അരിച്ചെടുത്ത് ആ 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക. കുറച്ച് ഒരു സമയത്ത് തന്നെ കുടിക്കണം. ഒരു അല്പം ഇപ്പം കുടിച്ചു, ബാക്കി ഉച്ചയ്ക്ക് കുടിച്ചു, ബാക്കി പിന്നെ രാത്രി കുടിച്ചു, അങ്ങനെ പറ്റില്ല. ആ 1 ഗ്ലാസ് വെള്ളം ആ ഒരു ഇരിപ്പിൽ തന്നെ കുടിക്കണം. പക്ഷെ ഒറ്റ വലിക്കാനെ കുടിക്കണമെന്നില്ല. കാരണം കുടിക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് പതുക്കെ അവിടെ തന്നെ ഇരുന്നത് കുടിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ കുടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ അതിന്റെ പിറ്റെന്നോ ആയിട്ട് ആ മൂത്രത്തിൽ കല്ല് സുഖമാകും. ആ കല്ല് പുറത്തേക്ക് ചാടിപ്പോരും. കല്ല് പൊടിഞ്ഞ് മൂത്രത്തിലൊടിഞ്ഞ് പുറത്തു വരും. അതല്ലെങ്കിൽ 1 ഗ്ലാസ് കുടിച്ചിട്ട് മാറിയില്ല എങ്കിൽ ഒരാഴ്ച കഴിയുമ്പോ, ഒരു 5-6-7 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ മരുന്നുണ്ടാക്കി 1 ഗ്ലാസ് കൂടെ കുടിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മരുന്ന് കുടിച്ചു കഴിയുമ്പോൾ ആ മൂത്രത്തിൽ കല്ല് സുഖമാകുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ വന്ന് പിടിപെടുന്ന ആ മൂത്രത്തിൽ കല്ല് അത് ഈ മരുന്ന് കുടിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും മൂത്രത്തിലൂടെ തന്നെ അത് പുറത്തേക്ക് പോരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് എത്തിച്ചു കൊടുക്കണം. അവർക്കൊക്കെ അത് ഉപകാരപ്പെടട്ടെ. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.